നമസ്കാരം. SFIO അന്വേഷണം തടയണമെന്ന ഹർജിയിൽ എക്സാലോജി കമ്പനിക്ക് അല്പം ആശ്വാസം. അന്വേഷണം സ്റ്റേ ചെയ്തില്ലെങ്കിലും ഹർജിയിൽ വിധി പറയും വരെ അറസ്റ്റ് പാടില്ല എന്ന് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എക്സാലോജിക്കിനോട് രേഖകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. CMRLന്റെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്നും 135 കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയിട്ടുള്ളതായി വ്യക്തമാണെന്നും SFIO കോടതിയെ അറിയിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ്. ആരൊക്കെ കുടുങ്ങും? അന്വേഷണത്തെ പേടിക്കുന്നത് എന്തിനാണ്? റഡാറിൽ വീണ മാത്രമേ ഉള്ളൂ? കരിമണൽ കമ്പനിയുടെ കൈക്കൂലി സാമ്രാജ്യം വെളിപ്പെടുമോ? ഈ ചർച്ചയിൽ ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ PR ശിവശങ്കർ BJP, ശ്രീ M ജയചന്ദ്രൻ ഇടത് സഹയാത്രികൻ എന്നിവർ. ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ ജയചന്ദ്രൻ, ഇന്നിപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കർണാടക ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ CMRL കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ട്, ദുരൂഹമായ നിരവധി ഇടപാടുകൾ ഈ കമ്പനി നടത്തിയിട്ടുണ്ട് എന്നാണ്. വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ മാത്രമല്ല SFIO അന്വേഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ അത് തടയാൻ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾ കോടതിയിൽ പോകുന്നത്? മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കപ്പെടട്ടെ. അപ്പോൾ ഇവിടെ സേവനത്തിനുള്ള പ്രതിഫലം മാത്രമാണ് വീണയ്ക്ക് കിട്ടിയത് എന്നുള്ളതാണല്ലോ വാദം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭയപ്പെടാനൊന്നുമില്ലല്ലോ. അന്വേഷിച്ച് എന്തൊക്കെയാണ് നടന്നത് എന്ന് പുറത്തു വരിക എന്നുള്ളത് യഥാർത്ഥത്തിൽ വീണ വിജയന്റെയും എക്സാലോജിക്കിന്റെയും പിണറായി വിജയന്റെയും ഒക്കെ ആവശ്യമായിട്ടല്ലേ വരേണ്ടത്? അങ്ങനെ തന്നെയാണ് അഭിലാഷ്. ഇവിടെ പ്രശ്നം അതല്ല. ഏകപക്ഷീയവും വൈര്യനിര്യാതനപരവുമായ കാടടച്ചുള്ള വെടിവെക്കലാണല്ലോ നടക്കുന്നത് നിരന്തരം. അപ്പോൾ അതിന് അങ്ങനെ നിന്നു കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ നിയമപരമായ ഒരു വീണയെ പ്രതിയാക്കിക്കൊണ്ടുള്ള എക്സാലോജിക്കിനെ പ്രതിയാക്കിക്കൊണ്ടുള്ള കേസ്, അത് സംബന്ധിച്ച് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ കോടതിയെ അറിയിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അത് ഭയപ്പാടിൻ്റെ പ്രശ്നം, അങ്ങനത്തെ എലമെൻ്റേ അതിൻ്റെ അകത്തില്ല. എന്ത് ഭയപ്പാടാണ്? ഇതിൻ്റെ അകത്ത് ഭയപ്പാടിൻ്റെ പ്രശ്നമല്ല. ഞാനീ പറഞ്ഞതുപോലുള്ള കാടടച്ച വെടിവെക്കലിൽ നിന്ന് ഒരു ഒരു മനുഷ്യജീവി, ഒരു പൗര എന്നുള്ള നിലയിൽ സ്വന്തം ന്യായമായ അവകാശം അത് നിയമപരമായി സംരക്ഷിച്ച് കിട്ടണം. അതേ ഉള്ളൂ വീണയുടെ ആവശ്യം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ചാനൽ ചർച്ചകളിൽ തന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നതാണ്. ഇത് സ്റ്റേ ചെയ്യും എന്നൊന്നും ഞാൻ കരുതുന്നതേ ഇല്ല തിങ്കളാഴ്ച എടുക്കുമ്പോൾ. പക്ഷേ കോടതിയിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ വരും. ആ നിർദ്ദേശമാണ് ഏറ്റവും അഭികാമ്യമായി കാണാനിരിക്കുന്നതും പൊതുസമൂഹം അത് തന്നെ അംഗീകരിക്കേണ്ടി വരികയും ചെയ്യും എന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടത്. കാരണം നമുക്ക് എല്ലാവർക്കും സാഹചര്യമില്ലല്ലോ. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് അന്വേഷിക്കുന്നത്. കമ്പനി നിയമപ്രകാരമുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അവിടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഒരു പരിശോധന നടത്തുന്നു. 8 മാസത്തെ സമയം അവർക്കുണ്ട്. ഇപ്പോൾ അറസ്റ്റിലാകും എന്ന ഒരു സെനാരിയോ ഇല്ല. ഇന്നിപ്പോൾ കോടതിയിൽ തന്നെ അങ്ങനെ ഒരു അറസ്റ്റ് പദ്ധതി ഇല്ല എന്ന് SFIO വിശദീകരിക്കുകയും ചെയ്തു. ഒരു പരിശോധന നടക്കുകയാണ്. ഒരു കമ്പനിയും മറ്റൊരു കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ CMRL എന്ന കൊച്ചിയിലെ കമ്പനികൾ നടത്തിയിട്ടുള്ള വിവിധ സാമ്പത്തിക ഇടപാടുകൾ, ഇതൊരു അന്വേഷണത്തിന്റെ ഒരു പരിശോധനയുടെ റഡാറിൽ നിൽക്കുകയാണ്. അപ്പം നെല്ലും പതിരും പുറത്തു വരട്ടെ. അതല്ലല്ലോ, അത് വന്നോട്ടെ അഭിലാഷ്, അതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നതും അതല്ല. ഇന്നത്തെ കർണാടകത്തിൽ നടന്ന സംഭവവികാസങ്ങളുടെ ആ കാര്യം സ്വാഭാവികമായും താങ്കളുടെ കൈവശവും ഉണ്ടാകുമല്ലോ. അതിലെന്താണ് ഇവർ പറയുന്നത്? SFIO പറയുന്നത് എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ 135 കോടി രൂപയുടെ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് SFIO ആരോപിക്കുന്നത്. എന്തടിസ്ഥാനമെന്നൊക്കെ പിന്നീട് വിശദീകരിക്കട്ടെ, അത് വിശദീകരിച്ച് വന്നോട്ടെ. പക്ഷേ നമുക്കറിയാമല്ലോ, 71 പേജുള്ള സീരിയസ് ഫ്രോഡ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ 71 പേജുള്ള ഉത്തരവുണ്ടല്ലോ. അതിപ്പോൾ എല്ലാ പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നതുമാണ്. അതിലെന്താണ് പറയുന്നത്? 134.56 കോടി രൂപയുടെ ആദായ നികുതി വെട്ടിപ്പിനാണ് ഇവരെ അന്വേഷിക്കുന്നത്. 2019 ഈ CMRL അന്വേഷണം നടക്കുന്നത്. പിന്നീട് ഇത് അന്വേഷിച്ച് അവസാനം ചെന്നെത്തുന്നത് എവിടെയാണ്? ചെന്നെത്തുന്നത് 75 കോടി രൂപയായിട്ട് സെറ്റിൽ ചെയ്യുകയാണ്. അപ്പോൾ എന്നിട്ട് ആ ഉത്തരവിൽ തന്നെ ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് പറയുന്നു ഇവർക്ക് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നും. അപ്പോൾ പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കക്ഷികളുടെ കേസായിട്ടാണ് ഇന്ന് SFIO കർണാടക ഹൈക്കോടതി പറയുന്നത് വലിയ ഫ്രോഡ് നടന്നിരിക്കുന്നു. എന്താണത്? ഈ നികുതി വെട്ടിച്ചു അല്ലെങ്കിൽ ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ്. അതിനുശേഷം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു പരിശോധന നടത്തിയല്ലോ. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പരിശോധന നടത്തിയതിന് ശേഷം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുന്നത് എന്താണ്? PC ആക്ട് അനുസരിച്ചും PMLA ആക്ട് അനുസരിച്ചും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേസെടുക്കാം. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് CBIക്ക് കേസെടുക്കാം. ബാക്കി ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടിൽ മാത്രമാണ് CMRL കമ്പനിക്ക് ഇമ്മ്യൂണിറ്റി ഉള്ളത്. അതുകൊണ്ട് അവർ മണി ലോണ്ടറിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് എടുക്കരുത്.
അല്ല, അത് മണി ലോണ്ടറിങ് നടത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ജനുവരി 12-ന് ഒരു ഉത്തരവ് വരുന്നത്. കർണാടക ROC, പിന്നെ പുതുച്ചേരി ROC, ചെന്നൈ ROC, 3 ROCയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതല കൊടുത്ത് 4 മാസത്തിന് അന്വേഷണം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ് ജനുവരി 12-ന് ഉത്തരവ് വരുന്നു. അതേ ജനുവരിയിൽ തന്നെ 31-ാം തീയതി വേറൊരു ഉത്തരവാണ് വരുന്നത്. ഈ അന്വേഷണമാകെ SFIOയെ ഏൽപ്പിക്കുന്നു, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞ് അടുത്ത ഉത്തരവ് വരുന്നു. അവരുടെ കാലാവധി വെച്ചിരിക്കുന്നത് 8 മാസമാണ്. അപ്പോൾ ഇന്നിപ്പോൾ വീണയുടെ അഭിഭാഷകൻ ഇത് ചോദ്യം ചെയ്തപ്പോൾ ഇവിടെ പിന്നെ കർണാടക ഹൈക്കോടതിയിൽ SFIOയുടെ അഭിഭാഷകൻ മറുപടി പറയുന്നത് അവരന്വേഷിച്ചോട്ടെ, അത് അവരുടെ അന്വേഷണത്തിന് അവരുടെ ഫൈൻഡിങ്സ് ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്തോളാം. എന്തൊക്കെയാണ് നടക്കുന്നത് അത് പിന്നെ ഇത് പറയുമ്പോൾ തന്നെ പരാതിക്കാരൻ എന്ന് പറയുന്ന ഷോൺ ജോർജ് എന്താണ് ചാനലുകളിലൂടെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രശ്നം അവിടെ നിന്ന് നേരെ വഴുതി മാറി പിന്നെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇതിനെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ കാടടച്ചുള്ള വെടിവെപ്പ് എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്ന്. ഇതിന് കൃത്യമായ കോമ്പിറ്റന്റ് ആയിട്ടുള്ള അന്വേഷണ ഏജൻസികൾ കൃത്യമായ അന്വേഷണം നടക്കട്ടെ. രാഷ്ട്രീയ ആരോപണങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോൾ 1,72,000 ഈ പറഞ്ഞ 1.72 കോടിയുടെ ഇടപാടാണ് എക്സാലോജിക്കുമായിട്ട് CMRL നടത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല റഡാറിലുള്ളത് 135 കോടിയുടെ കണക്ക് ഇന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തന്നെ പറയുന്നു. അത് പുതിയ ഫിഗർ അല്ല. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി, അതിനു മുൻപ് ആദായ നികുതി വകുപ്പ് ഈ കമ്പനിയിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ എന്നിവ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വലിയ പീരീഡിൽ കൊച്ചിയിലെ CMRL കമ്പനി കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്, രാഷ്ട്രീയക്കാർക്ക്, മാധ്യമങ്ങൾക്ക്, ഉന്നത ശീർഷരായ ആളുകൾക്കൊക്കെ പണം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഈ കണക്കുകൾ ശരിയായ വിധത്തിൽ ടാലിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ പണം ആർക്കൊക്കെ എന്തിനൊക്കെ കിട്ടി എന്നുള്ള സമഗ്രമായ അന്വേഷണമാണ് SFIO നടത്തുന്നത്. നമുക്കറിയാം, ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ നമുക്ക് PV, RC, OC, അതുപോലെ തന്നെ PK തുടങ്ങിയ പല പേരുകളും കാണാം. അതിനപ്പുറത്തുണ്ട് പേരുകൾ, പ്രസക്തമായ ചില പേരുകൾ മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ, ബാക്കിയുണ്ട്. അപ്പൊ ഇത് അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന നിലയിൽ കൊണ്ടുവന്ന് എത്തിക്കുമോ? അല്ല അഭിലാഷേ, ഇതില് അമ്പ് കൊണ്ട ഏത് കുരുക്കളായാലും നമുക്ക് പ്രശ്നമില്ലല്ലോ, തർക്കമില്ലല്ലോ. അന്വേഷണം നടക്കട്ടെ എന്നാണ് ബാക്കി എല്ലാ ആളുകളും പറയുന്നത്. വീണ വിജയനും KSIDC മാത്രമാണ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതും ഈ അന്വേഷണം വേണ്ട, വേറെ അന്വേഷണമാണ് വേണ്ടത്, അന്വേഷണം ഏതാണ് നടത്തേണ്ടതെന്ന് ഞങ്ങൾ പറയാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ഇനിഷ്യലുകളുള്ള ആളുകൾ ആരും അന്വേഷണത്തെ തടസ്സപ്പെടുന്നില്ല. ഇതിൽ പെടാത്ത മാധ്യമ സ്ഥാപനങ്ങളോ മതസ്ഥാപനങ്ങളോ മത നേതാക്കളോ ആരും പൊതുപ്രവർത്തകർ ആരും ഇതിനെ തടസ്സപ്പെടുന്നില്ല. എല്ലാവരും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ. വീണ വിജയൻ മാത്രം കരാറ് പ്രകാരം പണം വാങ്ങിയ വീണ വിജയൻ മാത്രം, മറ്റുള്ള ആളുകൾ സംഭാവന വാങ്ങി എന്നാണ് പറയുന്നത്. കരാറ് പ്രകാരം 2 കമ്പനികൾ തമ്മിൽ കരാറുണ്ടാക്കി ആ പ്രത്യേകതരം കരാറ് പ്രകാരം പണം വാങ്ങിയ വീണ വിജയനും വീണ വിജയന്റെ കമ്പനിയുമാണ് അന്വേഷണത്തെ തടസ്സപ്പെടുന്നത്. അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ലോജിക്കില്ലാത്ത പരിപാടി നടത്തുന്നതുകൊണ്ടായിരിക്കും ഈ കമ്പനിക്ക് ഈ പേര് വന്നത്. ഇനി എന്തെങ്കിലും ആവട്ടെ, ഇവർ ആദ്യകാലം മുതൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വീണ വിജയന്റെ ആക്ഷേപം കേട്ടില്ല, വീണ വിജയന് പറയാനുള്ളത് കേട്ടില്ല എന്നൊക്കെ. ROC അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. വീണ വിജയനോട് ചോദിച്ചപ്പോൾ വീണ വിജയൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞില്ല, വാസ്തവമല്ലാത്തതും അവ്യക്തവുമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി, അത് അന്വേഷണ ഏജൻസിക്കും മനസ്സിലായി. അതിനുശേഷം അത് കുറെ കൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് SFIO അന്വേഷണം വരുന്നത്. ഇവർ SFIO അന്വേഷണത്തെ തടസ്സപ്പെടുന്നത് എന്തിനാ? KSIDC ഒരു സർക്കാർ സ്ഥാപനമാണ്. KSIDCക്ക് ഷെയർ ഉള്ള ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു ആക്ഷേപം വരുമ്പോൾ ആ അന്വേഷണത്തെ KSIDC തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് 10-50 ലക്ഷം രൂപ വീണ്ടും സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് ഡൽഹിയിൽ നിന്ന് വക്കീൽമാരെ കൊണ്ടുവരുന്നു. എന്ത് ലോജിക്കാണ് അതിലുള്ളത്? നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തണ്ടേ? അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണ്ടേ? അതിനെ തടസ്സപ്പെടുത്താൻ ഒരു ഗവൺമെൻറ് ഏജൻസി, ഒരു സർക്കാർ സ്ഥാപനം ശ്രമിക്കുന്നത് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ വീണ വിജയന് നാളിതുവരെ അവരുടെ പക്ഷം പറയാൻ അവസരം കിട്ടിയിട്ടില്ല എന്ന് നിരന്തരം കരയുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, പിന്നെ എന്തിനാ വീണ വിജയൻ കർണാടക ഹൈക്കോടതി പോയി ഇത് തടയാൻ നോക്കുന്നത്? ഈ അന്വേഷണം വരട്ടെ. ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മടിയിൽ കനമില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണെന്നൊക്കെ പറയുന്ന ചീഫ് മിനിസ്റ്റർ, അദ്ദേഹം ചീഫ് മിനിസ്റ്റർ അല്ല, അദ്ദേഹം ചീഫ് മിനിസ്റ്ററാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൾ ഇതിനൊക്കെ പേടിച്ച് തടയാൻ നോക്കുന്നത്. ഞാൻ പറയുന്ന ഈ കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളുടെയും പാസ്പോർട്ട് തടഞ്ഞു വെക്കണം. ഇവർ ഈ കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ട് നാട് വിടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇവരെന്തിനെങ്കിലും അവധി ചോദിക്കുന്നത്? ഇവരുടെ കയ്യിൽ മുഴുവൻ രേഖകളുണ്ട് എന്നാണ് AK ബാലൻ പണ്ട് പറഞ്ഞത്. ആ രേഖകളൊക്കെ എൻ്റെ പക്ഷം കൊണ്ട് പുറത്തു വിടുന്നത്. ഇത് പുറത്തു വിട്ടോട്ടെ, ഇത് ഈ അന്വേഷണ ഏജൻസികൾക്ക് കൊടുക്ക്. ഇനിയും രേഖ സമർപ്പിക്കാൻ
പ്രവർത്തിക്കാൻ ഈ ഒരു സാവകാശം ചോദിക്കുക? എനിക്ക് മനസ്സിലാകുന്നത് കെ വിദ്യയെ കൊണ്ട് വ്യാജരേഖ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെന്താ, മുഴുവൻ ഡാറ്റയുമുള്ള മുഴുവൻ രേഖയുമുള്ള എല്ലാ കരാർ പ്രകാരവും പ്രവർത്തിച്ച 2 കമ്പനികളുടെ ട്രാൻസാക്ഷൻ്റെ രേഖകൾ സമർപ്പിക്കാൻ എന്താ ഇവർ ഇത്ര ഭയക്കുന്നത്? ഇവർ ഭയക്കുന്നതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ പൊതുസമൂഹം വിശ്വസിക്കുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബവും നേരിട്ട് ഇടപെട്ട് കള്ളപ്പണം വെളുപ്പിക്കലും അഴിമതിയും നടന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ പേപ്പർ കടലാസ് കമ്പനിയിലൂടെ. അതുകൊണ്ടാണ് ഇവർ ഭയപ്പെടുന്നത്. അത് തന്നെയാണ് കോൺഗ്രസിന് പറയാനുള്ളത്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യാത്തവരായിട്ട് കേരളത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും മുഖ്യമന്ത്രിയുടെ മകളും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. ശരി, ഇവിടെ ശ്രീ പി ആർ ശിവശങ്കർ ആദ്യം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ 3-അംഗ സമിതിയായിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നത്. 3-അംഗ സമിതി ഈ കാര്യം അന്വേഷിക്കുന്നത് ഹൈക്കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് SFIO അന്വേഷണം വന്നത്. SFIO അന്വേഷണം പ്രധാനമായും വലിയ സ്കാമുകളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സത്യം അല്ലെങ്കിൽ ഡെക്കാൻ ക്രോണിക്കിളിന്റെ വലിയ തട്ടിപ്പ്, അങ്ങനെയൊക്കെയുള്ള വലിയ രാജ്യത്തെ പ്രമാദമായ സാമ്പത്തിക കുംഭകോണങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ വീണയുടെ കാര്യം മാത്രമാണെങ്കിൽ അത് 1,72,00,000 ഏർപ്പാടാണ്. അതിന് SFIO വരേണ്ട കാര്യമില്ല. അതാണ് പ്രധാനമായും കോടതിയിൽ വീണയുടെ ഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് ഈ CMRL കമ്പനി ഒരുപാട് പേരെ അല്ലെങ്കിൽ ഒരു വലിയ പണം ലോബിയിങ്ങിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സ്വാഭാവികമായും പ്രാഥമികമായ പരിശോധനയിൽ വ്യക്തമാണ്. ആദായ നികുതി വകുപ്പിന് അങ്ങനെ ഒരു വാദമുണ്ട്. അത് വിപുലമായി വിശദമായി അന്വേഷിക്കപ്പെടുന്നു എന്ന് നമുക്ക് ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ SFIO കൊടുത്തിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൂടെ? ഞാൻ ഇത് ദീർഘമായി ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമ്മൾ 2-3 ദിവസമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇത് ദീർഘമായിട്ട് പറയുന്നതുകൊണ്ട് ഞാൻ 3 ഭാഗമായിട്ട് ഇത് പറയാം. ഒന്ന്, ജയേന്ദ്രൻ സാറ് പറഞ്ഞതിൽ തെറ്റായ കുറേ വിവരണങ്ങളുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില വാദമുഖങ്ങൾ ഉന്നയിച്ചു. അത് കറക്റ്റ് ചെയ്താലേ എൻ്റെ വാദമുഖങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിന് ക്ലാരിറ്റി കിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, ഈ മണി ലോണ്ടറിങ് ED ആണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുമ്പോൾ ഈ മണി ലോണ്ടറിങ് കിട്ടും എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അത് ശരിയല്ല. അത് ED ആണ് അന്വേഷിക്കേണ്ടത്. മണി ലോണ്ടറിങ് കോർപ്പറേറ്റിനെ അന്വേഷിക്കാൻ പറ്റില്ല. അത് നേരത്തെ അഭിലാഷ് അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. IT ഉദ്യോഗസ്ഥർ അന്വേഷിച്ചതും ആ കേസ് സെറ്റിൽ ചെയ്തതും ഇൻകം ടാക്സിൻ്റെ കേസ് മാത്രമാണ്. അതിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രയോറിറ്റി അവർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കിട്ടിയത്, ഇമ്മ്യൂണിറ്റി കിട്ടിയത് എന്ന് പറഞ്ഞിരുന്നത് ശരിയാണ്. ആദ്യത്തെ വിഷയത്തിൽ തന്നെ രണ്ടാമത്തെ കാര്യം, ഈ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിച്ചപ്പോൾ തന്നെ SFIO അന്വേഷിക്കാൻ കാരണം അത് കേന്ദ്ര സർക്കാരിൻ്റെ മാത്രമല്ല. നമുക്കറിയാം, കേരളത്തിലെ ഷോൺ ജോർജ് കൊണ്ടുവന്നിരുന്ന ഒരു കേസിൻ്റെ ഭാഗമായി 210 പ്രകാരം അന്വേഷിച്ചാൽ പോരാ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ജഡ്ജാണ്, ഹൈക്കോടതി ജഡ്ജാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് SFIO ഈ കാര്യത്തിൽ അന്വേഷിക്കാത്തത് എന്ന് നിർബന്ധം പിടിക്കുകയും സംസ്ഥാനത്തെ ഗവൺമെൻറ്റിന് വേണ്ടി വന്ന സീനിയർ അഭിഭാഷകൻ എന്തിനാണ് കോടതി ഇത്തരത്തിലുള്ളൊരു അന്വേഷണത്തിന് വേണ്ടി നിർബന്ധം പിടിക്കുന്നത് എന്നുവരെ ചോദിച്ചിട്ടും SFIO അന്വേഷണം വേണമെന്ന് സംസ്ഥാനത്തെ ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത് എന്നുള്ളതും ജനങ്ങൾക്കെല്ലാം അറിയാമെന്നാണ്. കോടതി വിധി ഫോളോ ചെയ്തവരെയും കോടതിയിലെ കാര്യങ്ങൾ ചർച്ചയും ഫോളോ ചെയ്തവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് SFIO അന്വേഷണം എന്തുകൊണ്ട് വന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. അതിനും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം SFIO അന്വേഷണം വരുമ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 1,75,00,000 രൂപയുടെ അന്വേഷണം മാത്രമല്ല, അതിൽ CMRലുമായി ബന്ധപ്പെട്ടതും ഞാൻ മനസ്സിലാക്കുന്നത് KSIDCയുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ധാരാളം കേസുകൾ ഈ 135 കോടി രൂപയുടെ ഇത്തരത്തിലുള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള ഈ എക്സാലോജിക്കുമായിട്ടുള്ള മാത്രമല്ല CMRലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് നേതാക്കളുടെ കാര്യവും കൂടി അന്വേഷണത്തിന് പോകേണ്ടതാണ്. കാരണം അത് രണ്ടും കോർപ്പറേറ്റ് മന്ത്രാലയമാണ്. ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള കമ്പനികൾ ലാഭവിഹിതം കുറച്ച് കാണിച്ചാൽ, അത് തന്നെയല്ലോ സത്യത്തിൻ്റെ കാര്യത്തിലും മറ്റൊരു രീതിയിൽ നടന്നത്. അപ്പോൾ 135 കോടി ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാഭം എത്രയായിരിക്കും രക്ഷപ്പെടുത്തിയത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, അതിൻ്റെ ടാക്സൊക്കെ കൃത്യമായിട്ടാണോ ചെയ്തത് എന്നതുകൂടി അന്വേഷിക്കേണ്ടി വരും CMRലുമായി ബന്ധപ്പെട്ട്. അതാണ് SFIO അന്വേഷണത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മുഖം. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മാത്രമല്ല, KSIDCയുമായും ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇത് KSIDCയിലേക്കും മറ്റേ CMMലേക്കും ഒക്കെ പോവുകയാണ് അന്വേഷണം. കാരണം KSIDC ഇത്തരത്തിലുള്ള CMR പോലുള്ള സ്ഥാപനത്തിൽ 13-14% സംസ്ഥാന സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതാണ്. അതുകൊണ്ട് ഈ CMRലുണ്ടാകുന്ന ലാഭത്തിൻ്റെ 13%,
സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായും അന്വേഷണം വേണ്ടി വരും. അപ്പോൾ ഈ CMRL ലാഭം കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് KSIDC എന്തുകൊണ്ട് അറിഞ്ഞില്ല? അതിനുള്ള ചോദ്യമാണ് കോർപ്പറേറ്റ് മന്ത്രാലയം ചോദിച്ചപ്പോൾ KSIDC മറുപടി നൽകാഞ്ഞത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം വേറെയുണ്ട്. അതുകൊണ്ടാണ് KSIDC നേരത്തെ ജിയോ പറഞ്ഞ പോലെ 50 ലക്ഷം 25 ലക്ഷം രൂപ ഒക്കെ മുടക്കി കോടതിയിലേക്ക് അഭിഭാഷകരെ കൊണ്ടുവരുന്നത്. അപ്പോൾ KSIDCക്കും ഇതിൽ ശക്തമായ ഒരു റോളുണ്ട്. KSIDC പലതും രാഷ്ട്രീയ നിർബന്ധം കാരണം മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിലും KSIDCക്ക് മുൻകാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു പ്രധാനപ്പെട്ട സ്റ്റീൽ മുതലാളി ഏതാണ്ട് 400 കോടിയോളം KSIDCയുടെ ക്ലയൻ്റായിട്ട് ഇന്നും അവരുടെ വെബ്സൈറ്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനി 400 കോടി രൂപയുടെ ഫ്രോഡ് കാണിച്ചിട്ട് അതിൽ ഏതാണ്ട് 40-50 കോടി രൂപയുടെ ടാക്സ് എമിഷൻ കാണിച്ചിട്ട് GST മറച്ച് ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പ്, ഫേക്ക് ഇൻവോയ്സ് 400 കോടി രൂപയുടെ കാണിച്ചുവെന്ന് പല പത്രങ്ങളും നമ്മളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജയിലിലാണ് കടന്നിരുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു CAGയുടെ റിപ്പോർട്ട് പറയുന്നുണ്ട് KSIDCയുടെ 40 കോടി രൂപയോളം ഈ കഴിഞ്ഞ 2022-23 23-24 എന്നറിയില്ല, ലോസ് കാണിച്ചിട്ടുണ്ട് എന്ന് CAG റിപ്പോർട്ട് പറയുന്നുണ്ട്. അതായത് ഫേക്ക് ആയിട്ടുള്ള അൺഓത്തറൈസ്ഡ് ലോൺ ഫോർ എ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, KSIDCയും ഇത്തരത്തിൽ നിരുത്തരവാദിത്വപരമായി സംസ്ഥാന സർക്കാരിൻ്റെ, കേരളത്തിലെ ജനങ്ങളുടെ പണം ഇങ്ങനെ നൽകിയതിന് ഒരുപാട് തട്ടിപ്പുകൾ കാണിക്കുന്ന ഒരു കമ്പനിയായി മാറിഞ്ഞിരിക്കുന്നു. ഇത് കുറേ നാളും അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. കുറച്ച് നാളായി KSIDC ഇത്തരത്തിലുള്ള തട്ടിപ്പ് കമ്പനികൾക്ക് ലോൺ കൊടുക്കുകയും തട്ടിപ്പ് കമ്പനികളിലെ അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൃത്യമായി ബോർഡിൽ ഉണ്ടായിട്ടും അതൊന്നും അന്വേഷിക്കാതെ GST തട്ടിപ്പിൻ്റെയും ഇതുപോലെ അൺഓത്തറൈസ്ഡ് ലോൺ കൊടുക്കുന്ന ഒരു ബ്ലേഡ് കമ്പനിയായോ സംസ്ഥാന സർക്കാരിൻ്റെ പാവകളായോ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ചർച്ച. അതിനകത്തേക്കാണ് SFIയുടെ അന്വേഷണം വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സംസ്ഥാനത്ത് ഞാൻ ചോദിക്കട്ടെ, കാടടച്ചുള്ള വെടിവെപ്പ് എന്നെല്ലാം ശ്രീ ജയേന്ദ്രൻ സാറ് പറയുന്നുണ്ട്. ഒരു അന്വേഷണം തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് എങ്ങനെ കാടടച്ച അന്വേഷണം ഇദ്ദേഹം അന്വേഷിക്കുന്നത്? 2, ഇവർക്ക് കോടതിയിൽ പോകാൻ അവകാശമില്ല. കോടതിയിൽ കൃത്യമായിട്ട് പറഞ്ഞു, എക്സാലോജിക്കിനെ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ സിമ്പിളാണ്. ഒരു കുറ്റവാളി എങ്ങനെയാണ് തന്നെക്കുറിച്ചുള്ള അന്വേഷണം ഏത് ഏജൻസി വേണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നത്? എങ്ങനെയാണ് ഒരു കുറ്റവാളിക്ക് അല്ലെങ്കിൽ ആ കുറ്റവാളിയായ ഒരു കമ്പനിക്ക് ഞങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ സർക്കാരിന് ഇന്ന ഏജൻസിക്ക് അവകാശമുള്ളൂ എന്ന് പറയാൻ അതിന് കോടതി പോകാൻ ആവശ്യമില്ല? ഞാൻ പറയുകയാണെങ്കിൽ അത് കോടതിയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അത് കോടതിയിൽ നിന്ന് ഇതടിച്ചിട്ട് വിടണം. സംസ്ഥാന ആ കമ്പനിയെ അതിന് യോഗ്യനല്ല. അപ്പോൾ ഇത്തരത്തിൽ യോഗ്യമല്ലാത്ത കാര്യങ്ങൾ കോടതിയിൽ പറയുന്നു. തങ്ങളെക്കുറിച്ച് ആരന്വേഷിക്കണമെന്ന് കുറ്റവാളികൾ നിശ്ചയിക്കും എന്നുള്ള കേട്ടുവേൾവി പോലെ ഇല്ലാത്ത ഒരു ന്യായവുമായിട്ടാണ് ഈ സംരംഭക അങ്ങോട്ട് ചെന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊന്നും കോടതിയിൽ നിൽക്കാൻ പോകുന്നില്ല. ഇത് പൂർണ്ണമായി തെറ്റായ കാര്യമാണ്. ശരി, ഓക്കെ, നമുക്ക് കാത്തിരിക്കാം. ശ്രീ എം ജയേന്ദ്രൻ, നമുക്കിനിപ്പോൾ കാടടച്ച് വെടിവെക്കാതെ നമുക്കതിൻ്റെ ഫാക്റ്റ് മാത്രം ഒന്ന് എടുത്തു നോക്കാം. ആദ്യമായി ഈ വിവരം പുറത്തു വന്നത്, പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നത് എപ്പോഴാണ്? ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നപ്പോഴാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം എന്തായിരുന്നു? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ 1,72,00,000 രൂപ സേവനം നൽകാതെയാണ് CMRL കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത്. അതൊരു പ്രമുഖ വ്യക്തിയുമായുള്ള, അതായത് മുഖ്യമന്ത്രിയുമായുള്ള അവരുടെ ബന്ധത്തിന്റെ പേരിലാണ് എന്ന് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറഞ്ഞു. അന്ന് CPM ഉയർത്തിയ വാദം എന്തായിരുന്നു? അത് എക്സാലോജിക്കിനെയും വീണയെയും കേൾക്കാതെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ കേസിൽ അങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല, എന്നാൽ പോലും അതിലൊരു അനീതി ഉണ്ട് എന്ന് തോന്നാമല്ലോ. പിന്നെ ഇത് ആര് പരിശോധിച്ചു? രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പരിശോധിച്ചു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പരിശോധിച്ചപ്പോൾ ഈ വിവരങ്ങളൊക്കെ ബോധിപ്പിക്കാൻ ഈ സംരംഭയോട് അവർ ആവശ്യപ്പെട്ടു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തന്നെ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു, ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഒഴിഞ്ഞു മാറുന്നതായിരുന്നു, ഇവാസീവായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മറുപടികളിൽ തൃപ്തമല്ലാത്ത വന്നപ്പോൾ അവർ ROC ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടിൽ പറയുന്നത് കമ്പനി നിയമങ്ങളുടെ വിവിധ വകുപ്പുകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇത് ഫ്രോഡലന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെന്നാണ് പ്രാഥമികമായി തോന്നുന്നത്. ഇത് ഡ്യൂബിയസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മണി ലോണ്ടറിംഗ് ആണോ എന്ന് അന്വേഷിക്കണം എന്ന സാഹചര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ആരാണ് ഇരുട്ടിൽ നിൽക്കുന്നത്? എക്സാലോജി കമ്പനിയും വീണ വിജയനുമാണ്. ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനുള്ള അവസരമാണല്ലോ സ്വാഭാവികമായും SFIOയുടെ അന്വേഷണം. ഈ പറഞ്ഞ രേഖകളൊക്കെ ഇത് സേവനത്തിന് പ്രതിഫലം വാങ്ങിയതാണെന്നാണല്ലോ വാദം. ഇതാ, ഈ സേവനം ഞങ്ങൾ നൽകി, അതിന്റെ പ്രതിഫലമായിട്ടാണ് CMRL കമ്പനി ഇത്രയും രൂപ നൽകിയത് എന്ന് 8 മാസത്തെ അന്വേഷണമാണ്. ബോധിപ്പിക്കാനുള്ള സുവർണാവസരമാണ്. നേരത്തെ പറഞ്ഞത് ഞങ്ങളെ കേട്ടില്ല, കേൾക്കാതെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ അങ്ങോട്ട് പറയാനും കേൾക്കാനും ഒക്കെയുള്ള അവസരമായിരുന്നു ഇത്. പിന്നെ എന്തിനാണ് ഈ കോടതിയിൽ പോകുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം. അതിനകത്ത് കൗതുകമല്ല ഉള്ളത് അഭിലാഷ്. വാസ്തവത്തിൽ
ഇപ്പോൾ ശ്രീ ജിൻഡോ ജോണും ശ്രീ PR ശിവശങ്കറും പറഞ്ഞ രാഷ്ട്രീയമായ മറുപടികൾ പക്ഷേ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി അംഗീകരിക്കുന്നില്ല. എന്ത് ചെയ്യാൻ കഴിയും? രാഷ്ട്രീയമായ നിലപാടുകൾ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യത്തിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. എനിക്ക് അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ കർണാടക ഹൈക്കോടതി അതല്ല കണ്ടത്. അതുകൊണ്ടാണല്ലോ ഇന്ന് ഈ ചർച്ച തന്നെ ഉണ്ടാവുന്നത്. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ സംശയത്തിൻ്റെ നിഴലിലാണെങ്കിൽ അതിൽ നിന്ന് മോചിതയാകാനുള്ള സുവർണാവസരമല്ലേ ഇത് എന്നുള്ള താങ്കളുടെ നിർദ്ദേശം ആണെന്നേ? തീർച്ചയായിട്ടുമാണ്. ഈ സംശയത്തിന് നിഴലിൽ നിന്ന് മോചിതയാകണം എന്ന് തന്നെയാണ് അവരുടെയും ആലോചനയും തീരുമാനവും. അതുകൊണ്ടാണല്ലോ അവർ കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ ഈ SFIയുടെ അന്വേഷണം എന്ന് പറയുന്നത് നേരെ ചൊവ്വയല്ല, അവരുടെ ടേംസ് ഓഫ് റെഫറൻസും മറ്റു കാര്യങ്ങളും എന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണല്ലോ അവർ വക്കീലിനെ വെക്കുന്നതും KSIDC അവരുടെ വേറൊരു വക്കീലിനെ വെക്കുന്നതും കോടതി പോകുന്നതും ഒക്കെ ഉണ്ടാവുന്നത്. അവർ കോടതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയുമില്ല. ഇന്നത്തെ കർണാടക ഹൈക്കോടതി നിർദ്ദേശം അതാണ്. സഹകരിക്കണം, അന്വേഷണത്തോട് സഹകരിക്കണം. തീർച്ചയായിട്ടും സഹകരിക്കേണ്ടി വരുമല്ലോ. അവരുടെ എന്താണോ ഈ അന്വേഷണ സംഘം പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ളത് ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ അവതരിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ആ നിലയ്ക്ക് പോവുകയും ചെയ്തോളും. പിന്നെ KSIDCയുടെ കാര്യം, KSIDCയിൽ ഇപ്പോൾ വലിയൊരു പ്രചണ്ഡമായ പ്രചരണം മറുഭാഗത്ത് നടക്കുന്ന എന്താണ്? 1 കോടി രൂപയുടെ ഷെയർ ഉള്ളൊരു കമ്പനിക്ക് ഇപ്പോൾ 50-55 ലക്ഷം രൂപ വിലയുള്ള വക്കീലിനെയാണ് കൊണ്ടുവരുന്നത്. അതെന്തൊരു വാദമാണ് ആ വാദിക്കുന്നത്? 1991 മുതൽ 94 വരെയുള്ള കാലയളവിലാണ് KSIDC ഈ CMRL ഓഹരി എടുക്കുന്നത്. അന്നാണ് ഈ 1 കോടി 5 ലക്ഷം രൂപയുടെ ഓഹരി അവരെടുക്കുന്നത്. 91 മുതൽ 94 വരെയുള്ള കാലഘട്ടം. K. കരുണാകരനാണ് അന്ന് മുഖ്യമന്ത്രി. അന്നത്തെ ആ ഓഹരിയുടെ ഇന്നത്തെ മൂല്യം എത്രയാണെന്നും കൂടെ കണക്കാക്കൂ. എന്നിട്ടല്ല ഇത്തരം കാര്യങ്ങളിലേക്ക് വർത്തമാനം പറയാൻ വരേണ്ടത്. അപ്പം അതൊന്നും ഇല്ലാതെ 1 കോടി 5 ലക്ഷം രൂപയുടെ ഓഹരി മൂല്യമുള്ള ഒരു കമ്പനി ഈ 55 ലക്ഷം രൂപ കൊടുത്ത് വക്കീലിനെ വിളിക്കുന്നു എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കാനല്ലേ? പിന്നെ എന്തിനാണ്? പിന്നെ KSIDCയുടെ മറ്റ് കാര്യങ്ങളിൽ അവർക്ക് പിന്നെ 223 കമ്പനികളിൽ KSIDCക്ക് കേരളത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ ഓഹരി ഉണ്ടായിരുന്നു, ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ വെറും 73 എണ്ണമായിട്ടാണ് അവശേഷിക്കുന്നത്. കാരണം ലാഭകരമായ കമ്പനികളിൽ മാത്രമേ അവരുടെ പിന്നെ ഓഹരി അവർ നിലനിർത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 223 പകരം 73 കമ്പനിയിൽ മാത്രമേ ഇപ്പോൾ അവരുടെ ഓഹരി നിലനിൽക്കുന്നുള്ളൂ. അത്തരത്തിലാണ് അവരുടെ കാര്യങ്ങൾ. പിന്നെ ഈ 14% അല്ലെങ്കിൽ 15% തന്നെ വെച്ചോളൂ. 15% ഓഹരിയുള്ളൊരു കമ്പനിയിൽ പിന്നെ ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലെ എല്ലാ കാര്യങ്ങളും ഈ 15%കാരൻ അറിഞ്ഞുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത്, നടപ്പാക്കുന്നതും എന്നൊക്കെ നിലയിലേക്കുള്ള അങ്ങനെ ഞാൻ കാണുന്നില്ല. എന്റെ പ്രശ്നം അവിടെ എന്താണെന്ന് അറിയുമോ സുരേന്ദ്രൻ? ഈ പറഞ്ഞ CMRLന്റെ തീരുമാനങ്ങളൊക്കെ KSIDC ആണ് എടുക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 15% എന്ന വളരെ മൈനർ ആയിട്ടുള്ള ഷെയർ ആണല്ലോ KSIDCക്ക് അവിടെ ഉള്ളത്. പക്ഷെ എന്റെ ചോദ്യം, ഈ CMRL കമ്പനിയുടെ റോങ് ഡൂയിങ്സിനെ പറ്റി അന്വേഷിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ഈ വിവിധ ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ CMRL അന്വേഷണത്തിന്റെ നിഴലിലാകുമ്പോൾ എന്തിനാണ് അവർക്ക് വക്കീലിനെ വെക്കാൻ പാങ്ങുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എന്തിനാണ് KSIDC അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്? CMRL കമ്പനിയുടെ വിവിധ ട്രാൻസാക്ഷൻസ്, അത് KSIDCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ലല്ലോ, വിവിധ ട്രാൻസാക്ഷൻസിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തുമ്പോൾ അവിടെ സ്വാഭാവികമായും കമ്പനി കാര്യ മന്ത്രാലയം പരിശോധന നടത്തും. ഇപ്പൊ വേറെ അന്വേഷണമൊന്നുമല്ലല്ലോ, കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയുടെ പരിശോധനയല്ലേ നടക്കുന്നത്. അതിനെ എന്തിനാണ് KSIDC ഈ വക്കീലിനെയൊക്കെ വെച്ച് പൈസയൊക്കെ മുടക്കി ഡിഫെൻഡ് ചെയ്യുന്നത്? അത് ശശിധരൻ കർത്ത ചെയ്തോളില്ലേ? അതറിയാത്ത ആളാണ് അഭിലാഷ് ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ്, KSIDC എന്ന സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യണം. മുൻകരുതലേ ഉള്ളതില് യാതൊന്നും ഇല്ല, ഉണ്ടാവാനും കഴിയില്ല. KSIDCക്ക് ഷെയർ ഉള്ള ഒരു സ്വകാര്യ കമ്പനി പോട്ടെ, ഇനി 15% KSIDCക്ക് ഷെയർ ഉള്ളതുകൊണ്ട് അത് എന്താ പറയാ ഒരു അല്പം പൊതുവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ശരി, KSIDCക്ക് ഷെയർ ഉള്ള കമ്പനി ഇനിയിപ്പോ കള്ളത്തരത്തിന് പിടിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക, അങ്ങനെ അങ്ങ് വിചാരിക്കുക, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. അതിന്റെ എല്ലാ ഭാരവും ഞങ്ങൾ ചുമക്കേണ്ടി വരുമല്ലോ എന്ന വ്യഥ കൊണ്ടാണോ ഇപ്പോ ഉടനെ KSIDC ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്? അങ്ങനെയല്ല അഭിലാഷ്, അങ്ങനെയല്ല. ഈ പിന്നെ ഈ CMRL ഉണ്ടല്ലോ, ഈ CMRLന്റെ എന്തായിരുന്നു പ്ലേ എന്നറിയുമോ? പിന്നെ ഇൻകം ടാക്സ് ബോർഡ്, ഇൻകം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പാകെ അല്ല ഞാൻ പറയുന്നത്, അതിനു മുൻപ് ഇൻകം ടാക്സുകാർക്ക് മുമ്പാകെയുള്ള പ്ലേ എന്തായിരുന്നു അറിയുമോ? ഞങ്ങൾ നഷ്ടത്തിലാണ്, ആ നഷ്ടം പരിഗണിച്ച് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകണം എന്നായിരുന്നു അവരുടെ പ്ലീ.
ആരുടെ CMRLൻ്റെ ഇൻകം ടാക്സിൻ്റെ മുമ്പാകെ ഉള്ളത്. അത് കഴിഞ്ഞാണ് അവരുടെ ആ അപേക്ഷ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് മുമ്പാകെ പോകുന്നത്. ഇൻകം ടാക്സുകാർ അയച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരുടെ ഈ അപേക്ഷയാണ് ഇൻകം ടാക്സുകാർ പിന്നെ ഈ അംഗീകരിക്കാതെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പാകെ വെക്കുന്നത്. എന്താണ്, ഞങ്ങൾ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആവലാതിയാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് മുമ്പാകെ വരുന്നത്. അതൊക്കെ തന്നെയല്ലേ സാർ, അതൊക്കെ തന്നെയല്ലേ ഇതിലെ വലിയ ദുരൂഹത. നഷ്ടത്തിലാണെന്ന് പറയുന്ന കമ്പനി കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും കൈ അയച്ച് പണം കൊടുക്കാണ്, കോടികൾ. ഈ കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ മാസം 5 ലക്ഷം എടുത്തോളൂ, നിങ്ങൾ മാസം 3 ലക്ഷം എടുത്തോളൂ. എല്ലാ മാസവും 3 ലക്ഷം വ്യക്തിക്ക് 5 ലക്ഷം നഷ്ടത്തിലായ KSIDCക്ക് മൈനർ ഷെയറുള്ള ഈ കമ്പനി കൈ അയച്ച് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് നഷ്ടമാണെന്ന്. മറുവശത്ത് അവര് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തെ നിലനിർത്താനുള്ള ഫണ്ടിങ് സോഴ്സായി പ്രവർത്തിക്കുകയും ചെയ്യാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്. അപ്പൊ ജനങ്ങൾക്ക് അറിയണ്ടേ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന്? അല്ല നഷ്ടം, അതെ ഞാൻ പറയുന്നത് അത് തന്നെയാണ്. ഞങ്ങൾ നഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് നഷ്ടത്തിലായെന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന ആൾക്കാർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് അത് കണക്കാക്കാൻ കഴിയില്ല എന്ന് തന്നെ ഔട്ട്റൈറ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ്. അവരുടെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ കൊടുത്തതൊന്നും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ഞങ്ങൾ കണക്കാക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുന്നു. അതിനുശേഷം ഒരുപാട് പിന്നെ വിചാരണകൾ നടക്കുന്നു. അതിലൊക്കെ അവരുടെ നിലപാടുകൾ ആവർത്തിക്കുന്നുണ്ട്. പിന്നെ അപ്പോഴാണ് ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ, CMDയുടെ മകനുണ്ടല്ലോ, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണെന്ന് തോന്നുന്നു, അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആൾ പറയുന്നു, ഒരു ചാനൽ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്, ഞങ്ങളെ നന്നാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ശ്രമിച്ചത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ്. ഞങ്ങളെ നശിപ്പിക്കാനല്ല, ഞങ്ങൾക്ക് കുറെ തിരുത്തലുകൾ ആവശ്യമായിരുന്നു, അത് അവർ കൃത്യമായി ബോധ്യപ്പെടുത്തി തരികയും പറയുകയും ചെയ്തു. തീർപ്പിന് ശേഷം രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, ഈ കമ്പനികളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന കേന്ദ്രമുണ്ടല്ലോ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിലെ ഒരു വാചകം ഞാൻ വായിക്കാം. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് the scale of dubious transaction may be much larger in CMRL considering its range of operations and transactions with other third parties, political and government functionaries as alleged, and hence detailed inspection and investigation is necessary against CMRL and its management. അപ്പോൾ CMRLനും അതിൻ്റെ മാനേജ്മെന്റിനും എതിരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി വേണം. ഇവരുടെ ഈ പറയുന്ന ഫ്രോഡലിന് ട്രാൻസാക്ഷൻസ് മച്ച് മോർ ആയിരിക്കും, ഇതിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും എന്നാണ് ഇവരുടെ നിഗമനം. അതുകൊണ്ട് CMRL അന്വേഷണത്തിന് വിധേയമാകണമെന്ന് ROC പറയുമ്പോൾ അതിനെ KSIDC ഡിഫെൻഡ് ചെയ്യുന്നു. അതിനെ നോക്കൂ, മുഖ്യമന്ത്രിയുടെ മകൾ കോടതിയിൽ പോയി ആ അന്വേഷണത്തെ ഡിഫെൻഡ് ചെയ്യുന്നു. ഇതിൽ ഈ ഇടപാടുകളിൽ ഒരുപാട് പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നെ ഇതിനെല്ലാം ഉത്തരവാദി എന്നുള്ള നിലയിൽ KSIDCയും വീണ വിജയനും ഈ CMRLനെതിരെയുള്ള അന്വേഷണം തടുക്കാനുള്ള പരിചയമായി പോയി നിൽക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്കൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഈ താങ്കളിപ്പോൾ ആവർത്തിച്ച ROC ഉണ്ടല്ലോ, അത് വാസ്തവത്തിൽ ഞാൻ കാണുന്നതാണ് കേട്ടോ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, മറ്റാരുടെ അഭിപ്രായമായിട്ട് അത് പരിഗണിക്കുകയും വേണ്ട. അതൊരു വിചിത്രമായ തീരുമാനങ്ങളുടെ കൂടാരമായിട്ട് മാത്രമേ ഞാൻ ROCയുടെ നിലപാടുകളെ തീരുമാനങ്ങളെ കണ്ടിട്ടുള്ളൂ. അന്വേഷിക്കുന്ന ആർക്കും പരിശോധിച്ച് ബോധ്യപ്പെടാവുന്ന ഒരുപാട് വൈചിത്രങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട് താനും. എൻ്റെ പ്രശ്നം അതല്ല, ഞാൻ അതുമല്ല പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ആ കേസാണ്, ആ വിധിയാണ് ഇതിനൊക്കെ ആധാരമായിട്ട് മുമ്പിൽ നിൽക്കുന്നത്. SFIയുടെ ഇൻവെസ്റ്റിഗേഷനും ആധാരമായിട്ടുള്ളത് ROCയുടെ കണ്ടെത്തലുകളല്ല, ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലുകളാണ് അവർക്കും ആധാരമാക്കാൻ കഴിയുക. ROCയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, അത് വേറൊരു വൈചിത്രമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നുമില്ല. പക്ഷേ ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് അടിസ്ഥാനമാക്കുമ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. KSIDCയുടെ മാത്രമല്ല, ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക്, മതസ്ഥാപനങ്ങൾക്ക്, ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക് അവരുടെ ചുരുക്കപ്പേരുകൾ പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. PV എന്ന പിണറായി വിജയൻ എന്നതുൾപ്പെടെ പറഞ്ഞിട്ടുണ്ടല്ലോ പലരുടെയും. അതൊക്കെ അന്വേഷണത്തിൽ വിധേയമാകേണ്ടി വരുമല്ലോ. അതൊക്കെ വിധേയമാകട്ടെന്നേ, അതിലൊക്കെ ആർക്കാണ് പ്രശ്നം. പക്ഷേ ഇവിടെ ഞാൻ കാടടച്ച് വെടിവെക്കുന്നത് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല പറഞ്ഞത്. കാടടച്ച് വെടിവെക്കുന്നത് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള ഈ ദ്വന്ദ്വത്തിൽ അകത്ത് നിന്നുകൊണ്ടൊരു കളിയുണ്ടല്ലോ. കഴിഞ്ഞ സെപ്റ്റംബറിൽ നിയമസഭയിൽ വിഷ്ണുനാഥ് കൊണ്ടുവന്ന
സോറി വിഷ്ണുനാഥല്ല, നമ്മുടെ മാത്യു കുഴൽനാടൻ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിനുള്ള മറുപടി അടക്കമുള്ള കാര്യങ്ങൾ നിയമസഭയിലുമുണ്ട്. അപ്പോൾ അത് അന്ന് മുതൽ മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്ത് വരികയാണല്ലോ ഇക്കാര്യങ്ങളൊക്കെ. അവിടെയും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അടങ്ങുന്നതാണ് ഈ SFIയുടെ അന്വേഷണം എന്ന് പറയുന്നത്. അല്ല ROCയുടെ അന്വേഷണമായിട്ടാണ് ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് തൊണ്ട തൊടാതെ വിഴുങ്ങില്ല. അങ്ങനെ വിഴുങ്ങാൻ കഴിയുന്നതല്ല ROC ROC കണ്ടെത്തിയിരിക്കുന്നതും ഈ ഇന്ററിം സെറ്റിൽമെന്റോട് പറഞ്ഞിരിക്കുന്നതും ഒക്കെ ഏതാണ്ട് ഒരേ കാര്യങ്ങളാണോ? ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജിൻഡോ ജോൺ, ഇതിപ്പോ വളരെ എന്താ പറയാ വ്യവസ്ഥാപിതമായ നിലയിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് നേതാക്കൾക്കും ഒക്കെ പല ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളും ഫണ്ട് കൊടുക്കണം അല്ലെങ്കിൽ പൈസ കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു സംവിധാനമായി അങ്ങ് നടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ ഈ വീണ വിജയന്റെ കമ്പനി ഇവിടെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവനുസരിച്ചാണെങ്കിൽ സേവനമൊന്നും പറ്റിയില്ല. പക്ഷേ വ്യക്തിപരമായ നിലയിൽ പ്രതിമാസം 5 ലക്ഷം രൂപയും കമ്പനി എന്നുള്ള നിലയിൽ 3 ലക്ഷം രൂപയും വാങ്ങിക്കൊണ്ടിരുന്നു എന്നാണ് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പല ട്രാൻസാക്ഷൻസ് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഈ ഒരു രണ്ട് ദ്വന്ദ്ങ്ങളിൽ നിൽക്കുക എന്നുള്ളതിനപ്പുറത്ത് വിശദമായ അന്വേഷണം വേണം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ, ആർജവമുണ്ടോ? അതോ മുഖ്യമന്ത്രിയുടെ മോളുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം അന്വേഷിക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ അതങ്ങ് നടന്നോളുമല്ലോ എന്നുള്ളതാണോ? അഭിലാഷേ, അതിലെന്താ തർക്കം? ഞങ്ങൾ ഈ നിമിഷം വരെ കോൺഗ്രസോ UDFോ ഒരു രീതിയിലും ഇതിനെ എതിർത്തിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാത്രമല്ലല്ലോ, മുഖ്യമന്ത്രിക്കെതിരെയും ഈ പറഞ്ഞ എല്ലാ ട്രാൻസാക്ഷനെയും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന മുഴുവൻ ട്രാൻസാക്ഷൻസും അതുപോലെ ഈ കമ്പനി CMRലുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കട്ടെ എന്ന് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയും CPM നേതാക്കന്മാരും പറയുന്ന അവർ ആരും അല്ല, അവർക്ക് ബന്ധമുള്ള ആളുകളല്ല PV എന്ന് പറഞ്ഞ ആളെ അവർ അറിയില്ല എന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആരൊക്കെയാണ്, UDFിൻ്റെ നേതാക്കന്മാർ ആരൊക്കെയാണ്, മതസ്ഥാപനങ്ങൾ ആരൊക്കെയാണ്, മത നേതാക്കൾ ആരൊക്കെയാണെന്ന് ഇവർ കൃത്യമായിട്ട് ഇവർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ രണ്ട് അഭിപ്രായം പാടില്ല. ഇതിൽ അന്വേഷണം നടക്കട്ടെ എന്ന് ഞങ്ങൾ പറയുന്നത് അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ്. ഇവിടെ KSIDCയും വീണ വിജയനും എന്തുകൊണ്ടാണ് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ജയചന്ദ്രൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, കാടടച്ച് വെടിവെക്കുന്നു. ഈ വീണ വിജയനെ കേട്ടില്ല എന്നാണ് നിങ്ങൾ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് പറഞ്ഞത്. ROC റിപ്പോർട്ട് വന്നപ്പോൾ കേട്ടു എന്ന് മനസ്സിലായി. അപ്പോൾ എത്രത്തോളമാണ് മറുപടി പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. കുറച്ചുകൂടി നന്നായി കേൾക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ SFIO അന്വേഷണം വരുമ്പോൾ അത് പറ്റില്ല എന്ന് പറയും. 2 ദിവസത്തെ അന്വേഷണത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ പറയുകയാണ് അന്വേഷണം ശരിയല്ല എന്ന്. എന്താണ് ശരിയല്ലാത്തത് സാർ? രേഖകൾ ചോദിച്ചതോ, എന്ത് ട്രാൻസാക്ഷനാണ് നടത്തിയത്, എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് ചോദിക്കുന്നതാണോ ഈ ശരിയല്ലായ്മ? അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ കാടടച്ചു വെടിവെച്ചു എന്ന് പറയുന്നു. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കർണാടക കോടതി വീണ വിജയൻ അനുകൂലമായിട്ട് സ്റ്റാൻഡ് എടുത്തു എന്നൊക്കെയുള്ള രീതിയിൽ വിവക്ഷിച്ച് പറയുന്നത് കേട്ടു. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം വീണ വിജയൻ സ്റ്റേ ആവശ്യപ്പെട്ടാണ് പോയത്. സ്റ്റേ നൽകിയില്ലെന്ന് മാത്രമല്ല SFIO ആവശ്യപ്പെടുന്ന രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കണം എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ ഫെബ്രുവരി 15 വരെ അതിന് സമയവും അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഈ SFIO അന്വേഷണത്തിന് അനുകൂലമായിട്ട് തന്നെയാണ് കോടതിയുടെ ഇതുവരെയുള്ള നിരീക്ഷണം വന്നിരിക്കുന്നത്. അതിനപ്പുറത്തൊരു കാര്യം ഇതുവരെ വന്നിട്ടില്ല. രണ്ടാമത് താങ്കൾ പറഞ്ഞ ഈ അന്വേഷണം നേരെ ചൊവ്വയല്ലെന്ന്. എങ്ങനെയാണ് നേരെ ചൊവ്വയാക്കേണ്ടത്? നിങ്ങൾ പറയുന്ന പോലെ അന്വേഷിക്കണോ? നിങ്ങളുടെ വിജിലൻസും നിങ്ങളുടെ ആഭ്യന്തര വകുപ്പും അന്വേഷിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചാൽ മതി എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയൊന്നും പറ്റില്ലല്ലോ സാർ. ഇതിൽ പൊതുജനങ്ങൾക്ക് കുറെ ഇൻട്രസ്റ്റ് ഇല്ലേ? ഇത് നിങ്ങൾ പറഞ്ഞു KSIDCയുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. KSIDCക്ക് 14% ഷെയർ ഉള്ള ഒരു കമ്പനിയിൽ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഇല്ലീഗലായിട്ട് നടന്നിരിക്കുന്നു. ആ KSIDCക്ക് കൂടി വരുന്ന ലാഭത്തിൽ നിന്ന് നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അവിടെ ആരുടെ ഇൻട്രസ്റ്റാണ് KSIDC കോടതിയിൽ പോയി വാദിച്ച് സ്ഥാപിക്കാൻ പോകുന്നത്? 25 ലക്ഷവും 50 ലക്ഷവും ഒക്കെ കൊടുത്ത് സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ വാദിക്കാനായിട്ട് KSIDC ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് ഇൻട്രസ്റ്റാ? പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് അല്ല, പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് അല്ല, ഈ നാട്ടിലെ സാധാരണപ്പെട്ട ആളുകളുടെ ഇൻട്രസ്റ്റ് അല്ല. ഞാൻ മനസ്സിലാക്കുന്നത് CMRL കമ്പനിയുടെയും വീണ വിജയൻ്റെയും അവരുടെ കമ്പനിയുടെയും ഇൻട്രസ്റ്റ് ആണ് KSIDC പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത്. അല്ലെങ്കിൽ KSIDCക്ക് കൂടി കിട്ടേണ്ടിയിരുന്ന ലാഭം നഷ്ടം വരുത്തിയ കമ്പനിക്കെതിരെ, അങ്ങനെ നടന്ന ഇല്ലീഗൽ ട്രാൻസാക്ഷനെതിരെ അന്വേഷണം നടക്കുന്നതിന് KSIDC എന്ന് പറഞ്ഞ ഒരു സർക്കാർ സ്ഥാപനത്തിന് എന്താണ് തടസ്സം? അത് നമുക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ഓഹരി മൂല്യമുള്ളത് കൊണ്ട് മുന്തിയ വക്കീലന്മാരെ ഇറക്കാമെന്ന്. ഓഹരി മൂല്യം ഉള്ളതുകൊണ്ട് മുന്തിയ വക്കീലന്മാരെ ഇറക്കുന്നത് ഈ KSIDCക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ച കാര്യത്തിൽ അത് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ KSIDCക്ക് നഷ്ടം വന്നിരിക്കുന്നത് CMRൽ നിന്നാണ്.
അത് മേടിച്ചെടുക്കണ്ടേ? 1 ലക്ഷം രൂപ സിറ്റിംഗ് ഫീ ഓണറേറിയോ മേടിക്കുന്ന KSIDCയുടെ പ്രതിനിധി ഉണ്ടല്ലോ CMRL, എന്ത് ചെയ്യായിരുന്നു അദ്ദേഹം? അത് അന്വേഷിക്കണ്ടേ? ഇതൊക്കെ അന്വേഷിക്കാൻ വരുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഇനി രണ്ടാമത്, നിങ്ങൾ മുന്തിയ വക്കീലിനെ കൊണ്ട് ന്യായീകരിക്കുന്നു. സാർ, കേരളത്തിലെ നിയമ സംവിധാനത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ മുതൽ മുഴുവനുള്ള സംവിധാനങ്ങൾ 155 കോടി രൂപ പ്രതിവർഷം ശമ്പളം പറ്റുന്നുണ്ട്. ഈ കേരളത്തിലെ മുഴുവൻ വക്കീലന്മാരും ഒരു കഴിവുമില്ലാത്തവരെന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? KSIDC പോലൊരു സർക്കാർ സ്ഥാപനത്തിന് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ കൊടുത്ത് ഡൽഹിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് കൂടി പറഞ്ഞ്. കേരളത്തിലെ നിങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന APPമാരും മറ്റ് പ്രോസിക്യൂട്ടർമാരും ഒക്കെ അത്രയും കഴിവില്ലാത്ത ആളുകളാണോ? എങ്കിൽ അവരെ പിരിച്ചുവിടണം. ഈ 155 കോടി രൂപ ലാഭിച്ചെടുക്കണം. ഈ എങ്ങനെ പോയാലും സർക്കാർ സംവിധാനങ്ങൾ സാധാരണക്കാരുടെ നികുതി പണം ദൂർത്തടിക്കുന്ന പരിപാടിയല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് താങ്കളെ പോലെ ഒരു നിരീക്ഷകൻ അതിനെ ന്യായീകരിക്കുന്നു. താങ്കളുടെ നിരീക്ഷണം തെറ്റായ ദിശയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരൊറ്റ കാര്യം കൂടി അഭിലാഷേ, ഇവിടെ CBIയും EDയും പോലുള്ള അന്വേഷണ ഏജൻസികൾ കൂടി വരണം. ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കലിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നു, അഴിമതി നടന്നിരിക്കുന്നു, അതുകൂടി അന്വേഷണ പരിധിയിൽ വരണം. ഇതൊക്കെ അന്വേഷിക്കാൻ വരുമ്പോൾ എന്തിനാ തടസ്സം ചെയ്യുന്നത്? തടസ്സം ചെയ്യരുത്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, 2019 ഈ CMRL കമ്പനിയിൽ റെയ്ഡ് നടന്നതിന് ശേഷമല്ലേ 2020 മാർച്ചിൽ എക്സാലോജി കമ്പനി അടച്ചുപൂട്ടിയത്? അതെന്താ? ഈ എക്സാലോജിലേക്ക് അന്വേഷണം വരുമെന്ന് പേടിച്ചിട്ടാണ് വീണ വിജയൻ കേരളത്തിന്റെ സൂര്യപുത്രി കമ്പനി പൂട്ടി ഓടിപ്പോയത്. അതിന്റെ പേരിൽ 2021 ഫെബ്രുവരിയിൽ 2 ലക്ഷം രൂപ ഫൈൻ അടക്കേണ്ടി വന്നില്ലേ? തെറ്റായ രേഖകൾ സമർപ്പിച്ച് കമ്പനി ഡോർമെന്റ് ആക്കിയതിന്റെ പേരിൽ. അപ്പൊ ഇതിനൊക്കെ മറുപടി പറയണ്ടേ? അവർ വെറും ഒരു വീണ വിജയനല്ല, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളാ, പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയാ. അവര് കേരളത്തോട് കുറെ കൂടി ട്രാൻസ്പെറന്റ് ആയിട്ട് ഡീൽ ചെയ്യണം, അല്ലേ? അല്ലാതെ ഇത് ഞങ്ങൾ രഹസ്യ കരാറാണെന്ന് പറഞ്ഞാൽ ഇതെന്താ ആയുധ ഇടപാടാണോ ഇത്ര രഹസ്യമാക്കി വെക്കാൻ? കേരളത്തിലെ പൊതുജനങ്ങൾക്ക് കൂടി കിട്ടേണ്ടിയിരുന്ന KSIDCക്ക് അർഹതപ്പെട്ട പണം കൂടി നഷ്ടപ്പെടുത്തിയ ഒരു ട്രാൻസാക്ഷനിൽ ഞങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. അത് പറയണം. ശരി, ഇവിടെ ശ്രീ PR ശിവശങ്കർ, ROC ചൂണ്ടിക്കാണിച്ചത് കമ്പനി നിയമത്തിലെ സെക്ഷൻ 447, 448, 449, 455, 188, 455, 136 തുടങ്ങിയ പ്രൊവിഷൻസിന്റെ ലംഘനം വിവിധ തരത്തിൽ ഈ കമ്പനി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കമ്പനി നിയമം അനുസരിച്ചുള്ള അന്വേഷണം നടക്കുന്നതായി കേരളം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ കമ്പനികാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു, കോടതിയെ അറിയിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ കോടതി ഉത്തരവിട്ടത് കൊണ്ടല്ല SFI അന്വേഷണം. കോടതിയിൽ ഒരു പരാമർശം ഉണ്ടായി, കോടതി ചോദിച്ചു SFI അന്വേഷണം വേണ്ടതില്ലേ തുടങ്ങിയ ചില പരാമർശങ്ങളും ചില നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ ഒക്കെ കോടതിയിൽ നിന്ന് ഓറലായി ഉണ്ടായി എന്നുള്ളതിനപ്പുറത്ത് സംബന്ധിച്ച് ഉത്തരവൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു അന്വേഷണം തീരുമാനിക്കുകയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് SFIO വരികയാണ്. SFIO എന്ന് പറയുമ്പം കുറെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കപ്പാസിറ്റി ഉള്ള തരത്തിലുള്ള സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള അന്വേഷണമാണ്. മറ്റേത് ഈ റോങ് ഡൂയിങ്സിന്റെ പരിശോധനയാണ്. ആ പരിശോധന പൂർത്തിയാകാതെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വന്നത് ഒരു ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ രാഷ്ട്രീയ തീരുമാനമാണോ? ഇല്ല അഭിലാഷ്, ഞാൻ അഭിലാഷ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് വിയോജിച്ചുകൊണ്ട് പറയുകയല്ല. ഒരു ഓപ്പൺ കോടതിയിൽ വെച്ചിട്ട് ഒരു സീനിയർ ആയിട്ടുള്ള ജഡ്ജ് 3 പ്രാവശ്യം SFIO വന്നാൽ എന്താ കുഴപ്പമെന്നൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഉത്തരവിടാൻ മാറ്റിവെക്കുന്ന SFIO. അപ്പോൾ ആ അഭിഭാഷകൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് SFIOൻ്റെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ട് അവർക്കിവിടെ ഓഫീസില്ല, അപ്പോൾ അതുപോലെ അവർക്ക് ആവശ്യത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ടോ ഇതെല്ലാം അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പറയണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ എതിർഭാഗം വക്കീൽ പറഞ്ഞത് കോടതി, ബഹുമാനപ്പെട്ട കോടതി തന്നെ നിർബന്ധിക്കുകയാണോ ഇന്ന അന്വേഷണം വേണമെന്ന്. കാരണം അവിടെ കേട്ടവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇൻറ്റൻഷൻ എന്താണ്, ആ കോടതിയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് ക്ഷമിക്കണം അറിയാമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അന്വേഷണം വന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീ ജയേന്ദ്രൻ സാറ് പറഞ്ഞതിൻ്റെ തെറ്റായ ഒരു കാര്യം, ഇന്ന് കോടതി പറഞ്ഞതും ഉത്തരവിടും മുൻപ് എക്സാലോജിക്കിനെ കേൾക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിലായിട്ട് ഞാൻ കോടതി രേഖകളിൽ ഞാൻ വായിച്ചു. 2, അറസ്റ്റിന് ഉദ്ദേശമുണ്ടോ എന്ന് കോടതി ചോദിച്ചു. കടുത്ത നടപടികൾ പാടില്ല, ഇതായിരുന്നു കോടതിയുടെ അടുത്ത നിർദ്ദേശം. അതായത് ഈ അറസ്റ്റിന് നിർദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കടുത്ത നടപടികൾ പാടില്ല വെച്ചാൽ കടുത്ത നടപടികൾക്ക് സാധ്യതയുള്ള ചില രേഖകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമത്തിൻ്റെ സാധ്യതകളോ അതിൽ കാണുന്നുവെന്ന് കോടതി കണ്ടുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളും വരുന്നത്. അപ്പോൾ അതിലും സംശയമില്ല. എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ CMRLന് ഇത്തരത്തിൽ 2019 തന്നെ ഇൻകം ടാക്സ് റെയ്ഡ് ഉണ്ടാകുകയും അതിലേക്ക് വലിയ ലിറ്റിഗേഷനിലേക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള നടപടികളിലേക്കും പോകുമ്പോൾ തന്നെ സത്യത്തിൽ CMRLന് എതിരെ KSIDC ആയിരുന്നു നടപടി ആരംഭിക്കേണ്ടത്. കാരണം KSIDCക്ക് 14% ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു സ്ഥാപനങ്ങളില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയറുള്ള ഒരു കമ്പനി
ഇത്തരത്തിൽ നഷ്ടം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ലോസ് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് മറ്റുള്ള ചെലവുകൾ നടത്തിക്കൊണ്ട് ഈ KSIDCക്കും കൂടിയുള്ള വരുമാനം കുറച്ച് കാണിക്കുന്നു എന്നതിൽ SFIOന് മുൻപ് അന്വേഷണം നടത്തേണ്ട ഏജൻസിയായിരുന്നു KSIDC. തിരിച്ച് CMRLനെ സംരക്ഷിക്കുവാനായിട്ട് ഇന്ന് KSIDC നടത്തുന്നത് സംസ്ഥാനത്തെ ഉന്നതൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കുവാനാണെന്ന് സാധാരണക്കാരന് വരെ മനസ്സിലാകും. അതിന് നിരീക്ഷകൻ്റെ ബുദ്ധി ആവശ്യമില്ല. നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ ജനങ്ങൾക്കുള്ള നഷ്ടം വരുന്നപ്പോൾ, KSIDCക്കുള്ള നഷ്ടം വന്നപ്പോൾ, അത് ആദ്യത്തെ കാര്യമല്ല. ഞാൻ പറഞ്ഞു, പല കാര്യങ്ങളായി ഈ കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ട പണമിടപാടുകളിൽ ധാരാളം KSIDC നഷ്ടം വരുത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ ജിയോജിത്തിനെ പോലുള്ള 1 or 2 നല്ല സ്ഥാപനങ്ങളുണ്ടാകാം, പക്ഷെ പല സ്ഥാപനങ്ങളും നഷ്ടം വരുത്തുന്നു, ലോൺ കൊടുക്കുന്നതിൽ നഷ്ടം വരുന്നു. ഇതെല്ലാം CAG റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ KSIDCയിൽ തന്നെയാണ് അന്വേഷണം ആവശ്യമുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് KSIDCയുടെ ഡയറക്ടർമാരടക്കം ഈ CMRL നിരന്തരം ഇരിക്കുകയും അവർ ഇതിൻ്റെ ബോർഡിൽ ഇരിക്കുന്നതിൻ്റെ ഫണ്ടാണോ വാങ്ങിയത്, അതല്ല അവർക്കും മറ്റുള്ള ഫണ്ട് വന്നിട്ടുണ്ടോ എന്നത് അന്വേഷിക്കണം. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് KSIDCയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ജനറൽ മാനേജർ അവിടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന രീതിയിൽ ചേരുകയും വലിയ രീതിയിൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് KSIDC നേരത്തെ ചെയ്ത ഉപകാരത്തിൻ്റെ പണം പറ്റുന്നതായിട്ടും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവരെയും അന്വേഷണത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇതൊരു ചെറിയ കളിയല്ല. വർഷങ്ങളായി KSIDCയെ മറയാക്കിക്കൊണ്ട് ഈ CMRL നടത്തുന്ന വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ മറയിലാണ് CMRLനെ കുറിച്ചുള്ള അന്വേഷണമെങ്കിൽ KSIDCയും ഇതേപോലത്തെ ഒരുപാട് CMRLനെ വെച്ചു പുലർത്തുന്നുണ്ട്. KSIDC ആണ് ഇതിൽ പ്രധാന ഉത്തരവാദി. KSIDCയിലാണ് പുതിയ കറപ്ഷൻ നടക്കുന്നത്. അവിടെയാണ് ലോണിൻ്റെ കാര്യത്തിൽ തട്ടിപ്പ് നടക്കുന്നത്. അവിടുത്തെ ഷെയറുള്ള കമ്പനികളിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ തട്ടിപ്പ് നടക്കുന്നു. 400 കോടി രൂപയുടെ മിസ്ഇൻഫർമേഷൻ, ഫേക്ക് ഇൻവോയ്സ് നടത്തിയതിന് GST റെയ്ഡ്, അത് സെൻട്രൽ GST റെയ്ഡ് ചെയ്തിട്ടാണ് പിടിക്കണമെന്ന് കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിൽ വലിയ തട്ടിപ്പുകൾ നടക്കുമ്പോൾ സ്വന്തം ഇൻവെസ്റ്റ്മെൻറ്റിനെ സംരക്ഷിക്കേണ്ട KSIDC ഇന്ന് ഇത്തരത്തിലുള്ള കോടീശ്വരന്മാർക്ക് ഫേക്ക് ഇൻവോയ്സ് നടപ്പാക്കുവാനും അവരുടെ ലാഭവിഹിതം കുറച്ച് കാണിച്ചുകൊണ്ട് അവർക്ക് മറ്റു രീതിയിൽ കള്ളപ്പണങ്ങൾ ഉണ്ടാക്കുവാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നിന്നുകൊടുക്കുന്നു എന്നുള്ളതാണ് ഈ SFIOൻ്റെ അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി, ഇത് കമ്പനി പ്രകാരമുള്ള ഫ്രോഡിൻ്റെ കാര്യം മാത്രമാണ്. ഇത് CBI അന്വേഷിക്കേണ്ടത് KSIDCയിലെ IAS ഉദ്യോഗസ്ഥരടക്കം നടത്തിയ അഴിമതി, അതിലേക്ക് അന്വേഷണം പോകണം. തീർച്ചയായിട്ടും അന്വേഷണം വരും. കാരണം ഇത് തെളിവ് വന്നാൽ 3 or 4 IAS ഓഫീസറുള്ള ഈ KSIDCയിലേക്കുള്ള അന്വേഷണം പോകണം, അവർക്കെതിരെയുള്ള അന്വേഷണം വരണം. മാത്രമല്ല ഇതെല്ലാം മണി ലോണ്ടറിങ് നടത്തിയിട്ടുണ്ടോ എങ്കിൽ EDയെക്കുറിച്ചുള്ള അന്വേഷണം അപ്പോൾ വരേണ്ടതാണ്. അതുകൊണ്ട് ഇതൊരു ചെറിയ അന്വേഷണമല്ല, കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരും, ഒരു സംശയവുമില്ല. അത് PVയിലേക്കും ഇതിലും മാത്രമല്ല സംസ്ഥാനത്തെ മറ്റു ചില ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൽ കോൺഗ്രസ് ഇത്രയേറെ പറയാനും കാര്യമില്ല. കാരണം ഈ പിണറായി വിജയനെയാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് കഴിഞ്ഞ 3 മാസം മുമ്പ് ഇവർ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടിയത്. അതിന് ACC ആണ് പണം കൊടുത്തത്. ഈ പിണറായി വിജയനെതിരെ ഇവിടെ കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി ഇവിടെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ പ്രസംഗിച്ചിട്ട് ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ലല്ലോ ഈ അഴിമതിയെക്കുറിച്ച്. ഇപ്പോൾ ഖാർഗെ വന്നില്ലേ, ഒരക്ഷരം മിണ്ടിയോ? അപ്പോൾ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള അഴിമതി നടക്കുമ്പോൾ കേന്ദ്ര നേതാക്കൾക്ക് ചില താല്പര്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കർണാടകയിലേക്ക് ഈ കേസ് കൊണ്ടുപോയത് എന്നും കൂടെ സംശയം സാധാരണ ജനങ്ങൾക്കുണ്ട് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശ്രീ M. ജയചന്ദ്രൻ, നമ്മുടെ മുമ്പിലുള്ള ചില അടിസ്ഥാനപരമായ വസ്തുതകളുണ്ട്. ഇപ്പോൾ വീണ വിജയനെ സംരംഭക എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ മുമ്പ് വിശേഷിപ്പിച്ചത്. ഒരു സംരംഭക, അവർ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. ആ കമ്പനി നടത്തിയിട്ടുള്ള ചില ട്രാൻസാക്ഷൻസ് വിവിധ ഏജൻസികളുടെ പരിശോധനയിൽ വരുന്നു. അത് വരട്ടെ എന്ന് വിചാരിക്കാം. അതിനെ രാഷ്ട്രീയമായി ഡിഫെൻഡ് ചെയ്യുന്നു. വീണ തൈക്കണ്ടിയിൽ CPIMന്റെ ഭാരവാഹിയോ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമോ ഒന്നുമല്ലല്ലോ. CPM സെക്രട്ടേറിയറ്റ് ഈ സംരംഭകയെ ഡിഫെൻഡ് ചെയ്യാൻ വാർത്താ കുറിപ്പ് ഇറക്കുന്നത് മുതൽ ഇങ്ങോട്ട് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ കാണുകയാണ്. KSIDC എന്ന സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സ്ഥാപനം CMRL എന്ന് പറയുന്ന അവർക്ക് ഷെയറുള്ള കമ്പനിയുടെ താല്പര്യം സംരക്ഷിക്കാൻ ഇറങ്ങുന്നു. എപ്പോൾ ഈ CMRLന്റെ ഇടപാടുകൾ ഫ്രോഡലന്റ് ആണ്, അത് വലിയ എക്സ്റ്റെൻഡിലാണ് എന്ന് വിവിധ ഏജൻസികൾ അഭിപ്രായപ്പെടുകയും അതേക്കുറിച്ചൊരു ഇൻസ്പെക്ഷൻ നടക്കുകയും ചെയ്യുമ്പോൾ ആ കമ്പനിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഈ KSIDC എന്ന സർക്കാർ സ്ഥാപനം ഇറങ്ങുന്നു. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് ആരും ചോദിച്ചു പോകുന്ന സാഹചര്യമാണ്. ഒരു വ്യക്തി, ആ വ്യക്തി നടത്തിയ കമ്പനി, അവർ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ഇത് എന്താണ് ഇതിന്റെ വ്യക്തത എന്നുള്ളത് വരട്ടെ എന്നുള്ള ഒരു നിലപാട് പോലും ഇല്ലാതെ ഞങ്ങൾ ഇതിനെ അണകെട്ടി പ്രതിരോധിക്കും, ഇത് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? അഭിലാഷ്, അതിൻ്റെ യുക്തി ഇതിനകം തന്നെ എത്രയോ പ്രാവശ്യം വ്യക്തമായിട്ടുള്ളതാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ കേട്ടോ.
ഈ പിന്നെ അതിനു മുമ്പ് ഒരു വിഷയം ശ്രീ ജിൻഡോ പറയുന്നത് എന്താണ്, ഞാൻ നിരീക്ഷിച്ചത് മുഴുവൻ തെറ്റാണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ ശ്രീ ജിൻഡോ ജോൺ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ അഭിപ്രായവും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഈ പിന്നെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിനെ മാത്രം ആസ്പദമാക്കിയാണ് ഇത്രയും നേരവും ഞാൻ വർത്തമാനം പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയമായ ഒരു കമൻറ്റ് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതോ പച്ചയ്ക്ക് രാഷ്ട്രീയമാണ് പറഞ്ഞത്. അതേതാണ് തെറ്റെന്നുള്ളത് ഇത് കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അവർ ബുദ്ധിമാന്ദ്യം ബാധിച്ചിട്ടില്ലാത്ത ഏതൊരാൾക്കും ഇത് കേട്ടാൽ മനസ്സിലാകും ഏതാണ് പിന്നെ രാഷ്ട്രീയ അഭിപ്രായം, രാഷ്ട്രീയ ജാർഗൺസ് ഏതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പിന്നെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ അതിൽ നിന്നല്ലാത്ത ഒരക്ഷരം ഞാൻ പറഞ്ഞിട്ടുമില്ല. അത് വിലയിരുത്തട്ടെ ആൾക്കാർ. പിന്നെ താങ്കളുടെ ചോദ്യം വന്നാൽ ഇത് പിന്നെ അഴിമതി നിരോധന പ്രകാരം അന്വേഷിക്കണം എന്നുള്ളതാണല്ലോ പിന്നെ പബ്ലിക് ഡൊമൈനിൽ മുഴങ്ങിക്കേട്ട വലിയൊരു വാദഗതി. ഇവരെന്തെങ്കിലും പബ്ലിക് ഓഫീസ് അലങ്കരിക്കുന്നുണ്ടോ ശ്രീമതി വീണ? അപ്പോൾ എന്താണ് പ്രശ്നം? മുഖ്യമന്ത്രിയിനകത്തേക്ക് വലിച്ച് അടുപ്പിച്ചുകൊണ്ട് വരണം, അതെങ്ങനെയെങ്കിലും നടക്കണം. അതിനാണല്ലോ അടിയന്തര പ്രമേയം നിയമസഭയിൽ പോലും കൊണ്ടുവരുന്നത്. ഇപ്പോൾ പിന്നെ ഇന്നും കണ്ടല്ലോ, ചില നടപടികളൊക്കെ കണ്ടല്ലോ. ഡീറ്റെയിൽസിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടെന്നേ. ഇതിൻ്റെ അകത്ത് ആർക്കാണ് പേടിക്കാനുള്ളത്? അപ്പോൾ പേടിക്കാനുള്ളതല്ലോ പ്രശ്നം. ഈ ഇവിടെ നിലനിൽക്കുന്നത് കോടതിയിൽ ഈ SFIOയുടെ കാര്യം ഞാൻ പറഞ്ഞു. SFIOയിൽ നിന്നുള്ള എങ്ങനെ വന്നു എന്നുള്ളതോടെ പിന്നെ അറിയാൻ വയ്യാത്ത ആൾക്കാരൊന്നുമല്ലോ നമ്മളാരും. പക്ഷേ ഒരു കാര്യമുണ്ട്, പുറത്തു വരാത്ത മറ്റൊരു കാര്യം. ഈ പിന്നെ നമ്മുടെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ ഒരു ഓഫീസ്, സൗത്ത് ഇന്ത്യയുടെ ഓഫീസ് എന്ന് പറയുന്നത്, ഏക ഓഫീസ് എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ്. ഈ ഹൈദരാബാദിൽ കഴിഞ്ഞ മാസം ജനുവരി 8-ാം തീയതി ഹൈദരാബാദിലെ ഈ MCAയുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ മന്ത്രാലയം കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ജനുവരി 8-ന് 2024. അതിനെ ആസ്പദിച്ചാണ് ഈ പറയുന്ന SFIO അന്വേഷണം തന്നെ വന്നിട്ടുള്ളത്. ബന്ധപ്പെട്ട രേഖകൾ ആർക്ക് വേണമെങ്കിൽ പരതാം, അന്വേഷിക്കാം. എൻ്റെ കയ്യിൽ പിന്നെ സമയമാകുമ്പോൾ ആ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയും ചെയ്തോളാം. ഏതായാലും അന്വേഷണം വന്ന വഴി അതാണ്. അത് എങ്ങോട്ടാണ് വഴി തെളിച്ചുകൊണ്ടുവന്ന് ഏതൊക്കെ റൂട്ടിൽ കൂടെയാണെന്നൊക്കെ ഉള്ളത് പിന്നാലെ വരാം, അതിൻ്റെ സമയമാകും വരാം. അപ്പോൾ ഇപ്പോഴതിൻ്റെ ആവശ്യമില്ല, ആ തിരക്ക് ഇപ്പോൾ കൂട്ടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ള ഒരുപാട് പിന്നെ നാൾവഴികൾ ഉണ്ടെന്ന് ഇത് നിഷ്കളങ്കമായും നിയമപരമായും മാത്രമായും വന്നു ചേർന്ന ഒരു രീതിയൊന്നുമല്ല. അതുകൊണ്ടാണ് സ്വന്തം കാര്യത്തിന് വേണ്ടി സ്വന്തം അഭിപ്രായം, സ്വന്തം അവകാശം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് പോവുകയും അറസ്റ്റോ റെയ്ഡോ പാടില്ല എന്ന് തന്നെയാണ് കർണാടക ഹൈക്കോടതി ഇന്ന് SFIO കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ആ നിർദ്ദേശം അവർക്ക് പിന്നെ സ്വീകരിക്കേണ്ടി വന്നില്ലേ? അറസ്റ്റിന് ഉടനെ ഉദ്ദേശമില്ല എന്ന് പറയേണ്ടി വന്നില്ലേ? മറ്റ് കടുത്ത നടപടികൾ എന്ന് പറയുന്നത് എന്താണ്? റെയ്ഡാണല്ലോ, വേറെ ഒന്നുമല്ലോ കടുത്ത നടപടി എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അത് മനസ്സിലാവില്ലേ? അപ്പോൾ അത് തന്നെയാണ് കാര്യം. ആ പ്രൊട്ടക്ഷനാണ് ആവശ്യപ്പെട്ടതും. അത് പിന്നെ കൃത്യമായി തന്നെ കർണാടക ഹൈക്കോടതി അനുവദിച്ചല്ലോ. ഇവിടെ ശ്രീ ജിൻഡോ പറയുന്ന കണക്കാണ് കർണാടക ഹൈക്കോടതി കാര്യങ്ങൾ കണ്ടത്. അവർ പൊളിറ്റിക്കലായിട്ടല്ലേ കാര്യങ്ങൾ കാണുന്നത്. പൊളിറ്റിക്കലായിട്ടല്ലോ, നിയമപരമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിനകത്തൊരു ഉത്തരവ് പറയുന്നത് വരെ കടുത്ത നടപടികളിൽ നിന്നുള്ള സംരക്ഷണം എന്നുള്ളത് കൊണ്ട് ഉത്തരവ് ഏതെങ്കിലും പ്രത്യേക നിലയിലായിരിക്കുമെന്ന് അത് മുൻവിധിയോടുകൂടി കാണേണ്ടതില്ല. ഉത്തരവ് വരട്ടെ കോടതിയിൽ. ഇപ്പൊ താങ്കൾ പറഞ്ഞു, താങ്കൾ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഡോക്യുമെന്റ് മാത്രമാണ്, ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഡിസിഷൻ 624 ഞാൻ വേണമെങ്കിൽ വായിക്കാം. വി ഹോൾഡ് ദാറ്റ് Exalogic has not provided any service as per the evidence gathered during the search. The department has demonstrated with clinching evidence the fact that applicant has made payments through banking channels to persons connected with a prominent person and thereby claim it as a deductible expense and by claiming to compensate service which has not been rendered or received. Therefore, the payment of 1.772 CR does not qualify as a business expenditure and accordingly stand disallowed as follows for the relevant asset year mentioned in the order. നോക്കൂ, വളരെ കൃത്യമായി താങ്കൾ സൂചിപ്പിച്ച ഈ ആദായ നികുതിയുടെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നത് എന്താ? ഇതൊരു ബിസിനസ് എക്സ്പെൻഡിച്ചറായി ഈ പറഞ്ഞ 1.72 കോടി രൂപ കാണാൻ കഴിയില്ല. അതൊരു പ്രോമിനന്റ് പേഴ്സണുമായുള്ള ബന്ധം കൊണ്ട് എക്സാലോജിക് എന്ന കമ്പനിക്ക് കിട്ടിയതാണ്. ഇത് എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ഇതിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. അതെന്നെ ഞാൻ അതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതാണ് പറഞ്ഞത്.
അല്ല, അതിൽ നിന്ന് വളരെ വ്യക്തമാണല്ലോ. അപ്പൊ ഈ കാര്യം, അതായത് ഒരു പ്രോമിനന്റ് പേഴ്സണുമായി, പ്രോമിനന്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയുമായി ബന്ധമുണ്ട് എന്നതിന്റെ പേരിൽ ഒരു സംരംഭകയ്ക്ക് ഒരു സർവീസും ഇല്ലാതെ മാസാമാസം ഒരു കമ്പനി പണം കൊടുത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിനെ നമ്മൾ മലയാളീകരിച്ച് എന്ത് പണം കൊടുത്തു എന്നാണ് പറയേണ്ടത്? അതായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ അഭിലാഷ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ റിപ്പോർട്ടിനെ മാത്രം 71 പേജുള്ള റിപ്പോർട്ട് ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയില്ലല്ലോ. ചർച്ച ചെയ്യണമെങ്കിൽ എൻ്റെ മുമ്പിൽ ആ റിപ്പോർട്ട് പോലും വേണ്ട, എനിക്കത് ബൈ ഹാർട്ടാണ്. ഏതാണ്ട് അത് പറയാൻ കഴിയും, പേജ് ബൈ പേജ് ആയിട്ട് എനിക്ക് പറയാൻ കഴിയും. പക്ഷേ അതല്ലല്ലോ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അതില് ചില കാര്യങ്ങൾ ഇങ്ങനെയുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്താണ് ഞാൻ വർത്തമാനം പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് ബേസ് ചെയ്ത് വളരെ കൃത്യമായ, വളരെ വിശദമായ അന്വേഷണം ആവശ്യമുള്ള ഒരു വിഷയമാണ് ഇത് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തണ്ടേ? അത് ബേസ് ചെയ്ത് വർത്തമാനം പറയുമ്പോൾ ഞാൻ വേണമെങ്കിൽ ആവർത്തിക്കാം. ഒരു സംരംഭകയ്ക്ക് അവർക്കൊരു പ്രമുഖ വ്യക്തിയുമായി ബന്ധമുണ്ട് എന്നതിന്റെ പേരിൽ മാസാമാസം പണം കിട്ടിക്കൊണ്ടിരുന്നു CMRL എന്ന കമ്പനിയിൽ നിന്ന്. അതൊരു ബിസിനസ് എക്സ്പെൻഡിച്ചറായി കാണാൻ കഴിയില്ല എന്ന് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി പറയുമ്പോൾ അത് എല്ലാവർക്കും വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്താണ് അത് എന്ന്? അതിനെ മാസപ്പടി എന്ന് വിളിക്കണോ, കൈക്കൂലി എന്ന് വിളിക്കണോ എന്നൊക്കെ ഇനി ഭാഷയിൽ വേണമെങ്കിൽ തർക്കിക്കാമെന്നേ ഉള്ളൂ. ഇവിടെ കോടതിയിൽ ചർച്ചാ വിഷയമാകാൻ പോകുന്നു. അതാണല്ലോ ശരി അഭിലാഷ്, അതാണല്ലോ കോടതിയിൽ തീരുമാനിക്കപ്പെടാൻ പോകുന്നു. അത് തന്നെയാണല്ലോ ശരി. എന്തായാലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കോടതി വ്യാഖ്യാനിക്കാൻ പോകുന്ന ഇതാണല്ലോ. ശരി, എന്തായാലും സാധാരണ കാണട്ടെ. എനിക്കൊരു ഇടവേള എടുക്കേണ്ട സമയം അതിക്രമിച്ചു. ഇടവേളയ്ക്ക് ശേഷം സൂചിപ്പിച്ചില്ലേ? ശരി, ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഇവിടെ ജിൻഡോ ജോൺ, ഇതിൽ ഒരുപാട് ഇപ്പൊ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷിക്കപ്പെടേണ്ടതായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വീണ വിജയന്റെ പണം എന്നുള്ള ആ ആംഗിളിൽ മാത്രം ഇപ്പോൾ മീഡിയ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ, 16 കോടി രൂപയാണ്. അതുപോലെ ടെമ്പിൾ എക്സ്പെൻസ് അതിൽ കൂടുതൽ വരും. ഇപ്പോൾ എന്താണ് ഈ കമ്പനി മീഡിയകൾക്ക് അല്ലെങ്കിൽ അമ്പലത്തിന് വേണ്ടി ഇത്രയധികം ചെലവഴിക്കുന്നത് ചോദിക്കുമ്പോൾ ആദായ നികുതി വകുപ്പ് തന്നെ പറയുന്നുണ്ട് ഇതിന്റെ ബൈഫർക്കേഷനും ഇതിന്റെ ഏതൊക്കെ ആർക്കൊക്കെ എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. ടെമ്പിൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഇത്ര കോടി ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, മീഡിയ എക്സ്പെൻസ് ഇങ്ങനെ. എന്ന് മാത്രമല്ല ഈ വാങ്ങിച്ച റെസിപ്പിയൻസിന്റെ പാനോ മറ്റ് സംഗതികളോ ഒന്നുമില്ല. ഈ കാര്യം സമഗ്രമായി അന്വേഷിക്കുക എന്നുള്ളത് കഴിയുമ്പോഴേക്ക്, അങ്ങനെ ഇനിയിപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ അങ്ങനെ ഒരു കാര്യം സമ്പൂർണ്ണമായി അന്വേഷിച്ച് എല്ലാ അമ്പ് കൊണ്ടവരെയും പുറത്തു കൊണ്ടുവരുമെന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതിന്റെ ഈ എക്സാലോജിക് കമ്പനി പണം കൈപ്പറ്റി എന്ന മാനത്തിന്റെ ഒരുപാട് അപ്പുറത്ത് ഈ കാര്യം ഇത് അന്വേഷിക്കപ്പെട്ടാൽ ചെന്ന് നിൽക്കില്ലേ? അല്ല അഭിലാഷേ, അങ്ങനെ തന്നെ വരണമല്ലോ. നമ്മളൊരു സാധാരണ ആളുകൾ എന്നുള്ള രീതിയിൽ, സാധാരണ മലയാളികളുടെ പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ആഗ്രഹിക്കേണ്ടതും. അങ്ങനെ തന്നെ അന്വേഷണം വരട്ടെ. ഇവിടെ ജയേന്ദ്രൻ സാർ ചോദിച്ചൊരു കാര്യമുണ്ട്, വീണ വിജയൻ ഒരു പബ്ലിക് ഓഫീസ് അലങ്കരിക്കുന്നില്ല എന്ന്. നിങ്ങളുടെ നിരീക്ഷണം തെറ്റാണെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് എക്സാലോജിക് മൈനസ് പിണറായി വിജയൻ =0 എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? എക്സാലോജിക്ക് പിണറായി വിജയൻ തന്നെയാണെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ എക്സാലോജിക്കും വീണ വിജയനും പബ്ലിക് ഓഫീസിന് തുല്യമാണ്. ഇത് ഞാൻ പറഞ്ഞ എൻ്റെ ആർഗ്യുമെൻ്റ് അല്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ആർഗ്യുമെൻ്റാണ്. രണ്ടാമത് താങ്കൾ പറഞ്ഞു എക്സാലോജിക്കിനും വീണയ്ക്കും പ്രൊട്ടക്ഷൻ കിട്ടിയെന്ന് കോടതിയിൽ നിന്ന്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രൊട്ടക്ഷൻ ചോദിക്കുന്നത്? രേഖകൾ ചോദിക്കുമ്പോൾ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ? അറസ്റ്റ് ഒഴിവാക്കണമെന്ന് പറയാനോ? എന്തിനാ അറസ്റ്റ് ചെയ്യുന്ന SFIO? രേഖകൾ കൊടുക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ മറുപടി കൃത്യമല്ലാതെ വരുമ്പോൾ കള്ളത്തരം ഉണ്ടെങ്കിലല്ലേ അറസ്റ്റ് ചെയ്യുക. അപ്പോൾ അറസ്റ്റ് തടഞ്ഞു, റെയ്ഡ് തടഞ്ഞു. എന്തിനാ റെയ്ഡ് തടയണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നിങ്ങളുടെ നിന്നുള്ള വ്യാജരേഖകൾ മുഴുവൻ പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ? അപ്പം നിങ്ങൾ പ്രൊട്ടക്ഷൻ നേടി എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എന്തിനു വേണ്ടി പ്രൊട്ടക്ഷൻ നേടി എന്ന് ഉത്തരം പറയണ്ടേ? ഇനി അടുത്തത് ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ വ്യവസായ വകുപ്പിനും വ്യവസായ വകുപ്പ് മന്ത്രിക്കും കൂടി ഇതിന് ഉത്തരവാദിത്തം പറയാൻ അവകാശം ബാധ്യതയുണ്ട്. കാരണം എന്താണെന്നറിയോ? അവരിന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് KSIDCയുടെ ആർഗ്യുമെന്റ്, KSIDCക്ക് ആശങ്കയുണ്ട് ഈ കേസ് അന്വേഷണം തുടർന്ന് പോയാൽ KSIDCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമെന്ന്. ഈ അന്വേഷണം മുന്നോട്ട് പോയാലല്ല വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത്, അന്വേഷണം മുന്നോട്ട് പോവാതിരുന്നാലാണ് വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത്. KSIDCക്ക് നഷ്ടം വരുത്തുന്ന രീതിയിൽ CMRL കമ്പനി ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷിക്കണമെന്ന് KSIDC ആവശ്യപ്പെടാത്ത എന്തുകൊണ്ടാണ് നമുക്ക് സംശയം. അപ്പോൾ ഇവർ പറയുന്നത് CMRL കമ്പനിയോട് KSIDC ആവശ്യപ്പെട്ടിട്ടും മതിയായ രേഖകൾ ഷെയർ ഹോൾഡറായിട്ടുള്ള KSIDCക്ക് CMRL കൊടുത്തിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ KSIDCക്ക് പരാതി ഉണ്ടാവേണ്ടതല്ലേ? അപ്പോൾ പരാതി ഇല്ലെങ്കിൽ വ്യവസായ വകുപ്പിനും വ്യവസായ വകുപ്പ് മന്ത്രിക്കും കൂടി ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അടുത്ത BJPയുടെ പ്രതിനിധിയോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ കോൺഗ്രസും പിണറായി വിജയനും തമ്മിലുള്ള അലയൻസിനെ കുറിച്ചിട്ട് ആശങ്കപ്പെട്ട് സംസാരിക്കുകയാണ്. കേരളത്തിൽ നരേന്ദ്രമോദി തൃശ്ശൂർ വന്ന് പ്രസംഗിച്ചത്
സ്വർണ്ണക്കടത്ത് നടത്തിയത് ഏത് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് എന്നൊക്കെ അറിയാം എന്നാണ് പറഞ്ഞത്. ഇതറിയാവുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഏജൻസികളെ വെച്ച് ഈ മുഖ്യമന്ത്രി ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യണ്ടേ? അദ്ദേഹത്തിനെതിരെയുള്ള ലാവ്ലിംഗ് കേസ് 38 തവണ മാറ്റിവെക്കപ്പെട്ടു, 39 തവണയിലേക്ക് മാറ്റിവെക്കപ്പെട്ടു. സംസാരിച്ചതിന് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഈ കേസ് ഇതിന്റെ ഉത്തരവിലേക്കൊക്കെ വരുന്ന ഘട്ടത്തിൽ വീണ്ടും നമുക്കിത് ചർച്ച ചെയ്യാം. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കാൻ നമസ്കാരം.